സമയത്ത് ഇയർ ബാലൻസിന്റെ കല്ലുകൾ തെറ്റുന്നത് കാരണമുള്ള തലകറക്കം വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ ഇയർ ബാലൻസിന്റെ കറക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ 3 ആഴ്ച പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കിടക്കുന്ന സമയത്തും എണീക്കുന്ന സമയത്തും വേണ്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത്. അപ്പൊ കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രോബ്ലം ഉള്ള സൈഡ് ഇടത് സൈഡാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതുപോലെ ഇരിക്കുക. കിടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ഇരുന്നതിന് ശേഷം വലതുവശത്തേക്ക് പതുക്കെ സാവകാശം ചെരിഞ്ഞ് കിടക്കുക. അതിനുശേഷം നമ്മൾ 5 വരെ കൗണ്ട് ചെയ്യുക. 1 2 3 4 5. എന്നിട്ട് വേണം നമ്മൾ മലർന്ന് കിടക്കാൻ. ഇങ്ങനെ കിടന്ന് ഇടതുവശത്തേക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി എണീക്കുന്ന സമയത്ത് മലർന്ന് കിടക്കുന്ന ആള് വലതുവശത്തേക്ക് ചെയ്യുക. അതിനുശേഷം 5 വരെ കൗണ്ട് ചെയ്യുക. സാവകാശം എണീറ്റ് ഇരിക്കുക. ഇരുന്നതിന് ശേഷം 5 വരെ കൗണ്ട് ചെയ്യുക. എന്നിട്ട് രോഗിക്ക് നിൽക്കുകയും നടക്കുകയും സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ നിർദ്ദേശം, കുനിഞ്ഞു നിവരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അലക്കുക, തുടക്കുക, അടിച്ചു വരെ ഈ 3 കാര്യങ്ങൾ പരമാവധി നിയന്ത്രിക്കണം. നമ്മൾ അലക്കുന്നത് നിവർന്ന് നീളത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടയ്ക്കാനും അടിച്ചു വാരാനും സാധിക്കും. അത് ശ്രമിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കുളിക്കുന്ന സമയത്ത് ഷവറിൽ കുളിക്കുക. നമ്മളിങ്ങനെ ബക്കറ്റിൽ നിന്നും കോരി കുളിക്കാൻ പാടില്ല. നമസ്കരിക്കുന്ന സമയത്ത് തല ബെൻഡ് ചെയ്യാതെ നേരെ നിവർന്ന് നോക്കിയിട്ട് വേണം സുജൂദിലേക്കും റുക്കൂലേക്കും പോകാൻ. ഇരുന്ന് നമസ്കരിക്കുന്നതായിരിക്കും നല്ലത്. ഈ നിർദ്ദേശങ്ങളെല്ലാം 3 ആഴ്ച നമ്മൾ പാലിക്കണം. കാരണം 3 ആഴ്ചകളിൽ നമ്മൾ ഈ ചികിത്സാപരമായി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 50% ആളുകൾക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ പെർസെൻറ്റേജ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം എന്ന് കരുതി നിങ്ങൾക്ക് അടുക്കളയിലെ ജോലികളും ആണുങ്ങൾക്കാണെങ്കിൽ പുറത്ത് ജോലിക്കൊക്കെ പോകാവുന്നതാണ്. ജോലി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബൈക്ക് യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.